വയനാട് രക്ഷാദൗത്യത്തിൽ സജീവമായി യുവമോർച്ചയും വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവമോർച്ച പ്രവർത്തകർ സജീവമായി തെരച്ചിൽ നടത്തുകയാണെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ ജനം ടിവിയോട് പറഞ്ഞു. അർജുൻ PS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിരവധി സന്നദ്ധ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ് ഇവിടെ സാധാരണ ജനങ്ങളെ പോലെ ഇവിടെ വന്ന ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അത്തരത്തിൽ പ്രഫുൽ കൃഷ്ണ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇവിടെ തുടക്കം മുതൽ തന്നെ യുവമോർച്ചയുടെ ടീം 3-4 ടീമായിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കൂടെയുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ യുവമോർച്ചയുടെ പ്രവർത്തകരാണ്. ഇന്ന് അതിരാവിലെ തന്നെ കയറിയതാണ്. ഏതെങ്കിലും മൃതശരീരങ്ങൾ അവശേഷിക്കുന്നുണ്ടോ, ജീവനോടെ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളത് തെരച്ചിലാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് മാത്രം ഒരു 6-7 വീടുകളും നിൽക്കുന്ന ഒരു ചെറിയ സ്ഥലം. ഞങ്ങൾ ഇത്രയും നേരം രാവിലെ മുതൽ ആ പ്രദേശം പരിശോധിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഒരു അവശിഷ്ടങ്ങളും കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തായാലും വലിയ സജീവമായിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. യുവമോർച്ചയുടെ നിറസാന്നിധ്യമുണ്ട്. യുവമോർച്ച ഇപ്പോൾ 100 കണക്കിന് വളണ്ടിയർമാർ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ക്യാമ്പുകളിൽ യുവമോർച്ചയുടെ വളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോയിന്റ് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, അവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ ചാർജ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെ ഒരു 24 hours ചാർജിങ് പോയിന്റ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു 10-50 മൊബൈൽ ഫോണും ലാപ്ടോപ്പൊക്കെ നമുക്ക് ഒരേ സമയം ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കൊക്കെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനം മാത്രമല്ല, ഇവിടെയുള്ള റെസ്ക്യൂ നടത്തുന്നവർക്കുള്ള സഹായം വരെ എത്തിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനമുണ്ട്. ഇപ്പോൾ BJP ഓഫീസിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പേർക്കുള്ള ഭക്ഷണമാണ്. അത് എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലും കൊണ്ടുപോയി വിതരണം ചെയ്യുകയാണ്. ഒരൊറ്റ ഫുഡ് പോലും ഒരു ദിവസം വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളത്. എല്ലാം തീരുകയാണ് ഫുഡ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കുന്ന സ്ത്രീകളും അതുപോലെ യുവമോർച്ചയുടെ തന്നെ വനിതാ വിഭാഗം എല്ലാവരും വളരെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ആദ്യത്തെ ദിവസത്തെ പോലെയല്ല ഇന്നത്തെ രക്ഷാപ്രവർത്തനം. കാരണം ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ബോഡിയൊക്കെ അങ്ങനെ കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ശരീരഭാഗങ്ങളൊക്കെ കിട്ടുന്നത് വളരെയധികം ദുർഗന്ധമുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്താണ് പലതിൻ്റെയും അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് മനസ്സ് മരവിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മുടെ സഹോദരങ്ങളാണ് മണ്ണിനിടയിൽ കിടക്കുന്നത്. അവർ അവസാനത്തെ ആളെയും നമുക്ക് കണ്ടെത്തണം. ഒരു അതിജീവനത്തിലുള്ള പോരാട്ടത്തിലാണ്. അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, അത്രമാത്രം. തീർച്ചയായും ഇവിടെ വർക്കിലാണെന്ന് അറിയാം, അത്തരത്തിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് അറിയാം. അപ്പോൾ അത് നടക്കട്ടെ. ഓക്കെ, തീർച്ചയായും ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അടക്കം, അല്ലെങ്കിൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ അടക്കം നിരവധി നേതാക്കൾ അടക്കമാണ് ഇവിടെ വന്ന ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നു. അതിൽ ഇത്തരത്തിലുള്ള പാർട്ടി നേതാക്കളടക്കം, അല്ലെങ്കിൽ പാർട്ടി അടക്കം, അതായത് നിരവധി ദേശീയ പാർട്ടികളടക്കം ഇതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം.